മാത്രം, അതു വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അതു പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടിനേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടിനേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാൻ. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് അന്ത്യകാല ഒരുക്കത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി, കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വ്യക്തി എപ്രകാരമുള്ള വിശുദ്ധിയിലായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിനോടൊപ്പം അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ദൈവ കൽപ്പനകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. കർത്താവ് നമുക്ക് നൽകിയ, മനുഷ്യകുലത്തിന് നൽകിയ കൽപ്പനകൾ, മോശയിലൂടെ നൽകപ്പെട്ട കൽപ്പനകൾ, ആ കൽപ്പനകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ചിലപ്പോൾ കൽപ്പനകളെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം കൽപ്പനകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം, പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാകാം. ധ്യാനങ്ങളിലൂടെ കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെ എല്ലാം കൽപ്പന എന്ന് പറയുന്ന മേഖലയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൽപ്പനയെന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്കൊരു അസ്വസ്ഥതകൾ പലപ്പോഴും ഉണ്ടാകും. അതിൻ്റെ വേറെ കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇതെല്ലാം ഞങ്ങൾ കേട്ടതാണല്ലോ, അറിയാവുന്നതാണല്ലോ എന്നുള്ളതിനെക്കുറിച്ച്. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് അന്ത്യകാലത്തിലായിരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് ഒരുങ്ങുന്ന ഈ അന്ത്യകാല ഒരുക്കത്തിലായിരിക്കുന്ന നമുക്ക് എത്രത്തോളം ഈ കൽപ്പനകളിലൂടെ കടന്നുപോയി അവിടെ പറയുന്നതനുസരിച്ചുള്ള അതിൻ്റെ ആഴങ്ങളിലുള്ള ഒരു പരിശുദ്ധി നമുക്കുണ്ടോ ഇല്ലയോ എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷകൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് അന്ത്യകാല ഒരുക്കത്തിലായിരിക്കുന്നവർ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണെങ്കിൽ പോലും ഒരിക്കൽ കൂടി ഒന്ന് കടന്നു പോകുവാൻ വേണ്ടി, അപ്പോൾ ആ മേഖലകളിൽ ആഴപ്പെട്ട ഒരു വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വരാൻ, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധിയിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിലാണ് കൽപ്പനകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ത്യാഗത്തോടുകൂടി മോശ സീനായി മലയിൽ ചെന്ന് ദൈവകരങ്ങളിൽ നിന്ന് കൽപ്പന സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവ് അത് വളരെ ഗൗരവമായിട്ട് കൊടുത്ത ഒന്നാണ്. മനുഷ്യകുലം മുഴുവനും അത് ഗൗരവമായി തന്നെ കാണുകയും ഈശോ അതിനെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഈശോയുടെ പ്രസംഗങ്ങളിലെല്ലാം തന്നെ കൽപ്പനകൾ ഉണ്ടായിരുന്നു. കൽപ്പനകളെക്കുറിച്ചുള്ള ബോധ്യങ്ങളും വെളിപ്പെടുത്തലുകളും എല്ലാം ഈശോ നൽകുകയുണ്ടായി. അപ്പോൾ ആ മേഖലയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പം അതിന് 24-ാം അധ്യായത്തിൽ 12 മുതലുള്ള തിരുവചനങ്ങളിൽ മോശ സീനായി മലയിൽ കയറി ചെല്ലുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. അവിടെ പറയുകയാണ്, കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം. നീ അവ ജനത്തെ പഠിപ്പിക്കണം. അപ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, കർത്താവ് മോശയോട് പറയുകയാണ്, ഞാൻ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും നിനക്ക് തരാം, എഴുതിയ കൽപ്പലക നിനക്ക് തരാം. നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് തൻ്റെ കരങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തിയതാണത്. അപ്പോൾ അവിടെ പറയുകയാണ്, നീ അവ ജനത്തെ പഠിപ്പിക്കണം. അപ്പോൾ ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടി കർത്താവ് നൽകിയതാണ് ഈ കൽപ്പനകളെല്ലാം തന്നെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അത് പഠിക്കണം, അത് മനസ്സിലാക്കണം, അതിലൂടെ കടന്നു പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 15:21 നമ്മൾ വായിക്കുന്നുണ്ട്. എന്തെന്നാൽ തലമുറകൾക്ക് മുമ്പ് തന്നെ എല്ലാ നഗരങ്ങളിലും മോശയുടെ നിയമം പ്രഘോഷിക്കുന്ന ചിലരുണ്ടായിരുന്നു.
എല്ലാ സാബത്തിലും സിനഗോഗുകളിൽ അത് വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സാബത്തിലും വായിക്കേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ വായിക്കേണ്ടതായ, അപ്പോൾ സിനഗോഗുകളിൽ അല്ലെങ്കിൽ നമുക്കറിയാം ദൈവാലയങ്ങളിൽ, ദൈവാരാധന നടക്കുന്ന സ്ഥലങ്ങളിൽ പ്രഘോഷിക്കപ്പെടേണ്ടതായ ഒന്നാണ് ദൈവകൽപ്പന. അപ്പോൾ ഈ ദൈവകൽപ്പന പലപ്പോഴും നമ്മളതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ആഴത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് വന്നു പോകുന്ന ഒരുപാട് ഭവിഷ്യത്തുകൾ ഉള്ളതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ആ മേഖലയിലേക്കെല്ലാം നമ്മളിന്ന് കടന്നു വരികയാണ്. അതുകൊണ്ട് നമ്മുടെ ഒരുക്കം അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരുക്കം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ വളരെ പരിശുദ്ധിയിലായിരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ. ഞാൻ നമ്മുടെ ധ്യാനങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചന കൂടി ഒന്ന് തരികയാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. നമ്മൾ ഏതാണ്ടൊരു 30 മിനിറ്റോളം വരുന്ന സന്ദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മാവിനും നമ്മുടെ മനസ്സും ശരീരവും ജീവിതത്തിനുമൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ കടന്നു പോവുകയാണ്. ധ്യാനങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊന്ന് പറയാം. 21 ദിവസം ഉപവാസ ധ്യാനം നമ്മൾ ആരംഭിക്കുകയാണ്. 21-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ടോടുകൂടി ആരംഭിക്കും. സെപ്റ്റംബർ 11-ാം തീയതിയോടുകൂടി ഓഗസ്റ്റ് 11-ാം തീയതിയോടുകൂടി അത് അവസാനിക്കും. ജൂലൈ 21 തുടങ്ങി ഓഗസ്റ്റ് 11 അത് അവസാനിക്കുന്നു. അതിനിടയ്ക്കുള്ള ഒരു ദിവസം നമുക്കിപ്പം ഇനി മുതൽ നമ്മുടെ ജാഗരണ പ്രാർത്ഥനകൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാവുന്നവർക്ക് പ്രാർത്ഥിക്കാം, സാധിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ വരുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഓൺലൈൻ വഴിയും ഈ ശുശ്രൂഷ ഒന്ന് ക്രമീകരിക്കുകയാണ്. അപ്പോൾ രാത്രി 11 മണി മുതൽ വരുന്ന ജൂലൈ മാസം 26-ാം തീയതി ശനിയാഴ്ച രാത്രി 11 മണി മുതൽ 3 മണി വരെയാണ് നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂറോളം സമയത്ത് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യങ്ങൾ, മറ്റ് മേഖലകൾ, ദൈവരാജ്യ വിസ്തൃതി, സുവിശേഷ മേഖലകൾ, ദൈവവചന സന്ദേശങ്ങൾ എല്ലാം അതിനകത്ത്, പ്രൈസ് ആൻഡ് വർഷിപ്പ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു 4 മണിക്കൂറോളം കർത്താവിനോടൊപ്പം ഇരുന്ന് രാത്രിയിലെ യാമങ്ങളിൽ പ്രാർത്ഥനയിൽ ചിലവഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആ ശുശ്രൂഷയെ പങ്കെടുക്കാം. ഗൂഗിൾ മീറ്റ് വഴിയാണ് ആ ശുശ്രൂഷ ഉള്ളത്. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ പ്രവേശിക്കാൻ താല്പര്യമുള്ളവർ ഒരു 24-ാം തീയതിക്കുള്ളിൽ തന്നെ അത് ബുക്ക് ചെയ്യേണ്ടതാണ്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജാഗരണ പ്രാർത്ഥനയുടെ. അപ്പോൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. മറ്റൊന്നുള്ളത്, നമുക്ക് സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെ, അത് ഓണം സ്കൂൾ അവധി ദിവസങ്ങളാണ്, സെപ്റ്റംബർ 1 മുതൽ 6 വരെ, തിങ്കൾ മുതൽ ശനി വരെ ഒരു 5 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ആന്തരിക ശാരീരിക സൗഖ്യ ധ്യാനവും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ചുള്ള ബോധ്യങ്ങളും നമുക്ക് കിട്ടത്തക്ക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 15 പേർക്ക് മാത്രമാണ് നമുക്കിവിടെ അതിനുള്ള സൗകര്യമുള്ളത്. നമ്മുടെ എല്ലാ ധ്യാനങ്ങളും നമ്മൾ കുറച്ച് പേരെ എടുക്കുന്നതിൻ്റെ ഒരു കാരണം, കാര്യങ്ങൾ മനസ്സിലാക്കി ഗ്രഹിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ, ചിലപ്പോൾ കൗൺസിലിംഗ് വേണ്ടവർക്ക് കൗൺസിലിംഗൊക്കെ കൊടുത്ത് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കേണ്ടത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് 15 പേർക്കുള്ള സംവിധാനങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ താല്പര്യമുള്ളവർ നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞാൽ അവധി ദിവസങ്ങൾ കർത്താവിനോടൊപ്പം നിങ്ങൾക്ക് ചിലവഴിക്കാനായിട്ട് സാധിക്കും. കുടുംബമായിട്ടൊക്കെ വരാൻ താല്പര്യമുള്ളവർ അപ്രകാരം ചെയ്യുക, അല്ലാത്തവരും അങ്ങനെ വരിക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പ്രേരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിച്ചു കഴിയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോയുടെ താഴെയൊക്കെ അതിൻ്റെ ബ്രൗഷറുകൾ ഇങ്ങനെ വന്ന്, ആദ്യം തന്നെ കുറച്ച് ബ്രൗഷറുകൾ വരും, എന്തൊക്കെ ശുശ്രൂഷ ഉണ്ടെന്നുള്ളതിന് ബ്രൗഷറുകളുണ്ടാവും. അത് കഴിഞ്ഞ് താഴെയും എഴുതി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫോൺ നമ്പർ കിട്ടും. ആ ഫോണിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ഇനി വിളിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് എളുപ്പം, ഒരു കാര്യം സൗകര്യപ്രദം, നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുക എന്നുള്ളതാണ്. അതാകുമ്പോൾ ഞങ്ങൾക്കത് ഏത് സമയത്താണോ അത് എടുത്ത് അത് പരിശോധിച്ച് വേണ്ട രീതിയിൽ അത് ക്രമീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, മോശയ്ക്ക് നിയമം കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് കൊടുത്ത ആ 10 കൽപ്പനകളും അതോടൊപ്പം ദൈവമായ കർത്താവ് തന്നെ അരുളി ചെയ്തതുപോലെ മോശ അതിൽ നിന്ന് തന്നെ കുറച്ചും കൂടെ
ആഴത്തിൽ അല്ലെങ്കിൽ ആ മേഖലകൾ കുറച്ചുകൂടെ വിശാലമാക്കി കൊണ്ടുവന്ന അതിനോട് ചേർന്ന് നിന്നും കൊണ്ട് 10 കൽപ്പനയോട് തന്നെ ചേർന്ന് നിന്നും കൊണ്ട് മോശ ഉണ്ടാക്കിയ 613ഓളം നിയമങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ 613 നിയമങ്ങളും ബൈബിളിലുണ്ട് എന്നുള്ളതാണ്. നമുക്കതെല്ലാം കൂടെ ധ്യാനിച്ചു പോകാനുള്ള സമയ പരിമിതിയുണ്ട്. അങ്ങനെ ആരും ധ്യാനിച്ച് കാണണമെന്നില്ല, ചിലപ്പോൾ കണ്ടേക്കാം. അതിയായ ആഴത്തിലുള്ള പരിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കത് സാധ്യമാണ്. അപ്പോൾ അത് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് സമയമുണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് നമുക്ക് പിന്നെ ചിന്തിക്കാം. ഇതിനകത്ത് നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയും ജീവിതത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കഴിയുന്നവർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശുശ്രൂഷകളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമാണ് 613 നിയമങ്ങൾ എല്ലാം തന്നെ മനുഷ്യകുലത്തിന് ആവശ്യമുള്ള നിയമങ്ങൾ. അതുകൊണ്ടാണ് ഈശോ പറയുന്നുണ്ട്, മത്തായി സുവിശേഷം 5:17 നമ്മൾ വായിക്കുന്നുണ്ട്, നിയമത്തെയോ അത് കഴിഞ്ഞ് നമുക്കറിയാം പ്രവാചകന്മാരുണ്ടായിരുന്നു, പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ നിയമം പൂർത്തിയാക്കാൻ വന്നു, പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. അപ്പോൾ നിയമവും പ്രവചനങ്ങളും എല്ലാം പൂർത്തീകരിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ എല്ലാ പ്രവചനങ്ങളും എല്ലാ നിയമങ്ങളും ക്രിസ്തുവിനെക്കുറിച്ച് എഴുതപ്പെട്ട എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കപ്പെടണം എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നിട്ട് പറയുകയാണ്, ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അസാധുവാക്കാനല്ല വന്നത്, അത് പൂർത്തിയാക്കാനാണ്. മറ്റൊന്ന്, ആകാശവും ഭൂമിയും കടന്നു പോകും. തീർച്ചയായിട്ടും ഈ ആകാശത്തിനൊരു മാറ്റമുണ്ട്, ഭൂമിക്കൊരു മാറ്റമുണ്ട്. പത്രോസ്ലീഹ പറയുന്നുണ്ട്, ഈ ആകാശം മാറ്റപ്പെടും. വെളിപാട് പുസ്തകത്തിൽ ആകാശം തീർത്തു മാറ്റപ്പെടും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഭൂമി കത്തിക്കുവാനായിട്ട് നിർത്തിയിരിക്കുന്നു എന്ന് പത്രോസ്ലീഹ പറയുന്നു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴെല്ലാം ഈ മേഖലകൾ നമ്മൾ ധ്യാനിക്കുന്നതാണ്. അപ്പോൾ അത് പല പ്രാവശ്യമായിട്ട് നമുക്ക് കേട്ടിട്ടുള്ളതായിരിക്കാം, ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇതെല്ലാം സമസ്തവും നിറവേറുവോളം, കർത്താവ് പറഞ്ഞ വാക്കുകളെല്ലാം നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കാസ് സുവിശേഷം 24:44 പറയുന്നുണ്ട്, അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരെ മനസ്സ് അവൻ തുറന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കാര്യമാണ്, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും യേശുവിനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൽപ്പനകൾ അനുസരിക്കുമ്പോഴെല്ലാം, ദൈവവചനം അനുസരിക്കുമ്പോഴെല്ലാം, പ്രവചനങ്ങൾ അനുസരിക്കുമ്പോൾ, ഞാൻ സ്വകാര്യ വെളിപ്പെടുത്തലല്ല പറഞ്ഞത്, അതിന് മുമ്പുള്ള പ്രവചനങ്ങൾ അനുസരിക്കുമ്പോഴെല്ലാം എന്താണ് സംഭവിക്കുക? കർത്താവിനെ നമ്മൾ അനുസരിക്കുന്നവരായി മാറ്റപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പം നമ്മൾ പഴം പറിച്ചതാണൊരു പാപമായിട്ട് പലരും കാണുമ്പം പഴം പറിക്കുന്നതിന് മുമ്പ്, ഹവ്വ പഴം പറിക്കുന്നതിന് മുമ്പ് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, അവരിലൊരു അനുസരണക്കേട് കടന്നു വന്നു. ദൈവം പറഞ്ഞ വാക്കിനെ അവിശ്വസിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞ വാക്കിനെ കുറേശ്ശെ പിശാച് തൻ്റെ വാക്കുകൾ കയറ്റി അതിൽ നിന്ന് അവരെ മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കിൽ നിന്ന് പിശാച് ഈ ലോകത്തിൻ്റെ വാക്കുകളും അവൻ്റെ വാക്കുകളും കൊടുത്ത് ദൈവത്തിൻ്റെ വാക്കിൽ നിന്ന് അവരെ മാറ്റും. അവിടെ നമുക്കിന്ന് നമ്മൾ ലോകത്ത് കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവർ ചുരുക്കവും എന്നാൽ പ്രാർത്ഥിക്കുന്നവരും ദൈവസന്നിധിയിൽ പോകുന്നവരും ദൈവമായിട്ട് ബന്ധമുള്ള ഒരുപാട് മനുഷ്യരുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെയാണ് പറയുക. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ലേഖനത്തിൽ ഇവിടെ പറയുന്നുണ്ട്, 1 യോഹന്നാൻ 3:24 നമ്മളിവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു, അവൻ കൽപ്പനകൾ പാലിക്കുന്നവനും, അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഇനി മറ്റൊരു കൂട്ടരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്,
1 യോഹന്നാൻ 2:4 ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ല. ഇന്ന് ഇങ്ങനെയുള്ള മനുഷ്യരാണ് പലപ്പോഴും നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. എന്താ പ്രത്യേകത? ഞാൻ അവനെ അറിയുന്നു എന്ന് പറയും. എനിക്ക് ക്രിസ്തുവിനെ അറിയാം, ക്രിസ്തുവിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ 10, 12, 15 വർഷം, 10-20 വർഷം ദൈവശാസ്ത്രം പഠിച്ചതാണ്, അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം പഠിച്ചതാണ്, എനിക്കെല്ലാം അറിയാം, അവൻ എങ്ങനെയാണെന്നും എനിക്കറിയാം, ക്രിസ്തുവിനെക്കുറിച്ച് എന്നെ ആരും പഠിപ്പിക്കേണ്ട, ദൈവത്തെക്കുറിച്ചൊന്നും ആരും പഠിപ്പിക്കേണ്ട. പക്ഷെ ഞാൻ അവനെ അറിയുക എന്ന് പറയുന്നു, പക്ഷേ അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. കർത്താവിനെ അറിയുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷേ കർത്താവ് പറഞ്ഞ ഒരു വചനം പോലും, ഒരു കൽപ്പന പോലും അനുസരിക്കുന്നില്ല. അതാണ് പ്രത്യേകത. അപ്പോൾ ഒരു കൽപ്പന പോലും അനുസരിക്കുന്നില്ല, ഒരു വചനം പോലും അനുസരിക്കുന്നില്ല, അവർ കള്ളം പറയുന്നു എന്നാണ് യോഹന്നാൻ പറയുക. അതോടൊപ്പം തന്നെ കള്ളം പറയുന്നു എന്ന് മാത്രമല്ല, അവരിൽ സത്യമേ ഇല്ല എന്നാണ് പറയുന്നത്. അവരിൽ സത്യമേ ഇല്ല. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 7:19 പറയുന്നു, പരിച്ഛേദിതനോ അപരിച്ഛേദിതനോ എന്ന് നോക്കേണ്ട, ദൈവകൽപ്പനകൾ പാലിക്കുക എന്നതാണ് സർവപ്രധാനം. എന്ന് വെച്ചാൽ മാമോദീസ അടിസ്ഥാനമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ പ്രസക്തമാണ്. മറ്റേത് പ്രധാനപ്പെട്ടതാണെങ്കിലും മാമോദീസ സ്വീകരിച്ചിട്ട് ഒരാൾ കൽപ്പന പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തി തീർച്ചയായിട്ടും നരകത്തിലേ പോവുള്ളൂ. അപ്പം മാമോദീസ സ്വീകരിച്ചു അല്ലെങ്കിൽ സ്വീകരിച്ചില്ല എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയുകയാണ്, പരിച്ഛേദനം ചെയ്താലും അപരിച്ഛേദനം ചെയ്താലും ഒന്നും നോക്കണ്ട, പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവകൽപ്പനകൾ പാലിക്കുന്നതാണ് സർവ്വപ്രധാനം. അതൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ദൈവകൽപ്പന പാലിക്കാൻ താല്പര്യമുള്ള ഒരാൾ, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പരിച്ഛേദനം അപരിച്ഛേദനം എന്ന് പറഞ്ഞതേ ഉള്ളൂ, മാമോദീസ സ്വീകരിച്ചിരിക്കും, ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കും. കാരണം വചനപ്രകാരം ഉള്ളൊരു കാര്യം നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ദൈവകൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ് സർവപ്രധാനം. ഇപ്പോൾ ചിലർ ചോദിക്കും, കൽപ്പന പാലിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകും. കൽപ്പന പാലിച്ചാൽ നരകത്തിൽ പാലിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുന്ന എവിടെ എഴുതിയിരിക്കുന്നത്? കൽപ്പനയ്ക്ക് അകത്ത് ഉൾപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്, കൽപ്പനകളും ഉണ്ട്, എങ്കിലും ഞാൻ ഉൾപ്പെടുന്ന ചില കാര്യങ്ങളെന്ന് പറയാം. വെളിപാട് പുസ്തകം 22:14 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ജീവൻ്റെ വൃക്ഷത്തിൻ്റെ മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതിൻ്റെ 11-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും നീതീകരിക്കട്ടെ, എന്നാൽ തിന്മ ചെയ്യുന്നവർ ഇനിയും തിന്മ ചെയ്യട്ടെ എന്ന് അവിടെ എഴുതി വച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ വിശുദ്ധനൊരു വലിയ വിശുദ്ധീകരണം ഇനി ആവശ്യമാണ്. നീതി ഉണ്ടെന്ന് കരുതുന്ന ഒരാൾക്ക് ഇനിയൊരു നീതി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അവിടെ പറയുകയാണ്, നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്തെന്ന് വെച്ചാൽ അവർ സ്വർഗത്തിലില്ല, സ്വർഗപ്രവേശനം അവർക്കില്ല, അവർ പുറത്ത് കർശനമായിട്ട് എഴുതി വച്ചിരിക്കുക. അപ്പോൾ അവിടെ പറയുകയാണ്, നായ്ക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ നായ് ഛർദ്ദിച്ചത് വീണ്ടും ഭക്ഷിക്കുന്നു എന്ന് ബൈബിളിൽ പറയുമ്പം നായെക്കുറിച്ച് പറയുന്നുണ്ട്. പന്നിയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അത് കുളിച്ച പന്നി വീണ്ടും ചെളിക്കുഴി വീഴുന്നു. ഈ 2 വാക്കും വെച്ച് പറയുന്നൊരു കാര്യം ഇതാണ്. ധ്യാനം കൂടി, വചനം കേട്ടു, വലിയ അനുഭവമായിട്ട് തിരിച്ചു വന്നു, പക്ഷേ പാപങ്ങളൊക്കെ അവിടെ വെച്ച് ഉപേക്ഷിച്ചു, ഏറ്റുപറഞ്ഞു, തിരിച്ചു വന്നു. ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ പാപം വീണ്ടും ആവർത്തിക്കുന്നു. അപ്പം നായ് ഛർദ്ദിച്ചത് വീണ്ടും കഴിക്കുക, കുളിച്ച പന്നി വീണ്ടും താൻ കുളിക്കേണ്ടി വന്നതിൻ്റെ കാരണം ചെളി വീണതുകൊണ്ടാണ്, വീണ്ടും ആൾ ചെളിയിൽ പോയി വീഴുക. അപ്പോൾ ഇങ്ങനെ ധ്യാനം കൂടുക, പാപങ്ങളേറ്റു പറയുക, അനുദപിക്കുക, തിരിച്ചു വരിക, വീണ്ടും പാപം ചെയ്യുക, ഇങ്ങനെ പോകുന്ന ഒരു സമൂഹം, ഒരു ജനത പലയിടത്തും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണത്. അപ്പോൾ നമ്മളങ്ങനെ ആകരുത്. അപ്പോൾ മനുഷ്യൻ കുഴി വീണേക്കാം, ചെളി വീണേക്കാം, എന്തെങ്കിലും ചെയ്ത പാപം വീണ്ടും ആവർത്തിച്ചേക്കാം, പക്ഷേ ഇതൊരു തിരിച്ചുവരവ് ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കാൻ താല്പര്യമെടുക്കണം. അപ്പോൾ നായ്ക്കൾ മന്ത്രവാദം ചെയ്യുന്ന 1-ാം പ്രമാണ മേഖലയാണ്, വ്യഭിചാരം 6-ാം പ്രമാണ മേഖലയാണ്, കൊലപാതകം, വിഗ്രഹാരാധന, അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്താണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ടോ എങ്ങനെയും ജീവിച്ചത് കൊണ്ടോ നമുക്കൊരു സ്വർഗപ്രവേശനം ഉണ്ടാകത്തില്ല.
അത് വ്യക്തമായിട്ട് ബൈബിള് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അപ്രകാരമുള്ളൊരവസ്ഥയിലേക്ക് പോകണം. കാരണം പ്രാർത്ഥനയേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പരിശുദ്ധിയാണ്. ഇത് നമ്മൾ കാണുന്നുണ്ട്. ഉടമ്പടി പത്രിക നൽകുന്നത് ഇതൊരു ഉടമ്പടിയാണ്. ദൈവകൽപ്പന ഒരു ഉടമ്പടിയിൽപ്പെടുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു സമ്മതപത്രം പോലെ നമുക്ക് എഴുതി തരുന്നതാണ് ദൈവകൽപ്പന, എഴുതി തന്നതാണ് ദൈവകൽപ്പന. കാരണം ദൈവത്തിൻ്റെ മകനും മകളും എങ്ങനെ ജീവിക്കണം, അവർ തമ്മിലുള്ള ഒരു ഉടമ്പടി, ദൈവവും ഞാനും തമ്മിലുള്ള ഒരു ഉടമ്പടി, ഓരോ വ്യക്തിയും തമ്മിലുള്ള ഉടമ്പടിയാണ്. ഓരോ വ്യക്തിയും കൽപ്പന പാലിക്കുമ്പോൾ ആ വ്യക്തി ദൈവിക ഉടമ്പടിയിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മാമോദീസ സ്വീകരിച്ച എല്ലാവരും ആ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നു. വിവാഹം ഒരു ഉടമ്പടിയാണ്. പക്ഷേ ഈ ഉടമ്പടിയൊക്കെ മർമ്മമായിരിക്കുന്ന മേഖല പലർക്കും അറിയാതെ പുതിയ ഉടമ്പടികളുടെ പുറകെയൊക്കെ പോകുന്ന കുറേ മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനകത്തൊക്കെ ഉള്ള അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പല മേഖലകളിലും ഈ മന്ത്രവാദവും അതുപോലെ വിഗ്രഹാരാധനയൊക്കെ ചെയ്യുന്നവർ ആണ് ഈ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നവർ പോലും വിഗ്രഹാരാധകരാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ഞാനിതൊക്കെ വ്യക്തമായ ഒരു തെളിവ് വെച്ചുകൊണ്ട് തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തി ആ ഒരു ഉടമ്പടിയിലേക്ക് പോകുമ്പോൾ പൈശാചിക ഉടമ്പടിയായി മാറും. ആ പൈശാചിക ഉടമ്പടിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പിശാച് ചിലപ്പോൾ അല്പനേരത്തേക്കുള്ള ഒരു ആശ്വാസവും സമാധാനവും സന്തോഷവും അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പിശാചിന് ഒരുപാട് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, വ്യക്തമായിട്ട് ബൈബിളിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം അത്ഭുതം അടയാളം കുറച്ച് കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോകുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നതിന് ഒരു മേഖലയുണ്ട്. ആ മേഖലയേക്കാൾ ഉപരി വലിയ ശാപങ്ങളിലേക്കും ശിക്ഷകളിലേക്കും രോഗങ്ങളിലേക്കും തകർച്ചകളിലേക്കും പോവുകയും നിലവിലുള്ള വിശ്വാസം പോലും പോയി ദൈവം അകന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം വളരെ കർശനമായിട്ട് തന്നെ പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരുമായിട്ട് കൂട്ടുചേരരുത്. അവരെ സ്നേഹിക്കുക. അവർ നമ്മുടെ സഹോദരങ്ങളാണ്, അതുകൊണ്ട് അവരെ സ്നേഹിച്ച് തിരിച്ചു കൊണ്ടുവരിക. പക്ഷെ കൂട്ടുചേരുമ്പോൾ എന്തു പറ്റും? അവരുമായിട്ട് നിനക്ക് എന്ത് പങ്കാളിത്തമാണ് ഉള്ളതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. ഇന്ന് പല ഇടപാടുകളിലും ഇപ്രകാരം ഒരു അവസ്ഥയിലേക്ക് പോകുന്ന മനുഷ്യരുണ്ട്. എല്ലാ ദൈവവും ഒന്നാണ്, എല്ലാം ഒന്നിലാണ് ചെന്ന് ചേരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ബോധ്യങ്ങൾ കൊടുത്ത് നോക്കും വലിയ വിശാല മനസ്ഥിതി തോന്നിപ്പിക്കും. മതേതരത്വം അങ്ങനെയൊക്കെ ഉള്ളത്. ക്രിസ്തീയത ഒരിക്കലും വർഗീയതയല്ല. അത് ക്രിസ്തുവിനെ എല്ലാവർക്കും സ്നേഹമായിരുന്നു, ക്രിസ്തുവിനെ എല്ലാവരോടും സ്നേഹം. പക്ഷേ ക്രിസ്തു ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്. ക്രിസ്തു കൊണ്ടുവന്ന ഒരു ജീവിത രീതിയുണ്ട്, ഒരു ജീവിത ശൈലിയുണ്ട്. അതിലേക്ക് നമ്മൾ കടന്നു വരാൻ തീരുമാനമെടുക്കണം. ഇപ്പോൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കുറച്ച് ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നു, അത് എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ. പക്ഷേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഇതിൻ്റെ ബേസ്? അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നൊരു വാക്കാണ് സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പുത്രനെ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, ഏക ദൈവത്തിൽ. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവം അല്ലാതെ ഒരുപാട് ദൈവമില്ലല്ലോ. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ കാണുന്നൊരു കാര്യമുണ്ട്. ഈ ഉടമ്പടി പത്രിക കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കർത്താവ് അവിടെ മോശയ്ക്ക് ഉടമ്പടി കൊടുത്തു, കൽപ്പന കൊടുത്തിട്ട് തിരിച്ച് ആ കൽപ്പനയുമായിട്ട് മോശ താഴേക്കിറങ്ങി. പുറപ്പാട് പുസ്തകം 32:15 പറയുന്നുണ്ട്, മോശ കൈകൾ 2 ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി. പലകകളിലെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. പലകകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു. എന്ന് വെച്ചാൽ കർത്താവ് തൻ്റെ സ്വന്തം കൈകൊണ്ട് രേഖപ്പെടുത്തി തന്നതാണ്. കർത്താവിൻ്റെ കൈ ഒപ്പല്ലത്, കൈ എഴുത്ത് പ്രതി തന്നെ. കർത്താവ് തൻ്റെ കൈ കൊണ്ട് ഓരോ മനുഷ്യനും കൊടുക്കുക, ദൈവമാണ് അവിടുന്ന്. എന്നിട്ട് എന്താ സംഭവിച്ചത്? വരുമ്പം നോക്കുമ്പോൾ കാണുന്നത് ജോഷുവ കൂടെ ഉണ്ടായിരുന്നു. ജോഷുവ മോശയോട് പറഞ്ഞു, പാളയത്തിൽ യുദ്ധത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നു. അപ്പം മോശ പറഞ്ഞു, അതല്ല, അത് പാട്ടുപാടുന്ന ശബ്ദമാണ്. വീണ്ടും നമ്മൾ വായിച്ചു വരുമ്പം കുറേ അത് ചിന്തിക്കാനാണെങ്കിൽ ഉണ്ട്. അവിടെ വരുമ്പോൾ കാണുന്ന അഹറോൻ ഒരു കാളക്കുട്ടിയെ ഒരു സ്വർണ്ണമെല്ലാം എടുത്ത് തീയിലിട്ടു. തീയിൽ നിന്നൊരു കാളക്കുട്ടി പൊങ്ങി വന്നു. അങ്ങനെ ആ കാളക്കുട്ടിയെ
ആരാധിക്കാൻ തുടങ്ങി ജനം. അങ്ങനെ കാളക്കുട്ടിയെ ആരാധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവിടെ നിങ്ങൾ 24-ാം തിരുവചനം വായിച്ച മനസ്സിലാക്കാൻ പറ്റും. സ്വർണം കൈവശമുള്ളവർ അത് കൊണ്ടുവരട്ടെ. അവർ കൊണ്ടുവന്നു. ഞാനത് തീയിലിട്ടു. അഹറോൻ പറയുക. അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു. കാള പണ്ട് പോലെ ഓടി അടക്കുക ഇങ്ങനെ. അപ്പോൾ പുറത്തു വന്നു. ജനത്തിൻ്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു. അന്ന് അവിടെ ഒരു പശു കാളയെ ആരാധിക്കുന്ന മനുഷ്യർ കുട്ടിയുണ്ടാക്കി മൃഗാരാധന നടത്തി. എന്നിട്ട് അവിടെ എഴുതിച്ച ജനത്തിൻ്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു. ഇന്നും കൽപ്പന കിട്ടിയിട്ടും ജനം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക. എല്ലായിടത്തും അഴിഞ്ഞാട്ടം നടന്നുകൊണ്ടിരിക്കുക. ദൈവാലയത്തിനകത്ത് പോലും, അത് പരിശുദ്ധ സ്ഥലത്ത് പോലും അഴിഞ്ഞാട്ടം, അതിന് പുറത്ത് അഴിഞ്ഞാട്ടം, നാട്ടിൽ മൊത്തം അഴിഞ്ഞാട്ടം, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയുകയാണ്, ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാകത്തക്ക വിധം അഴിഞ്ഞാടുന്നതിന്, ആ വാക്ക് വെച്ച് അഴിഞ്ഞാടുന്നതിന് അഹ്റോൻ അവരെ അനുവദിച്ചിരുന്നു. ഇന്ന് അനുവദിക്കുന്നവരെല്ലാം നശിക്കുക. ഇത് കണ്ട അഹ്റോൻ ചിലപ്പോൾ ആസ്വദിച്ച് കാണും. അഹ്റോൻ്റെ അവസ്ഥ എന്താ? ആസ്വദിച്ച് കാണും. ദൈവം എന്നിട്ട് മോശ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടിട്ട് കോപം കൊണ്ട് അവൻ കയ്യിലുണ്ടായിരുന്ന കൽപ്പലക എടുത്ത് എറിഞ്ഞുടച്ചു. ഈ കാളക്കുട്ടി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇടിച്ചു പൊടിച്ച് വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു. ഇന്നും മനുഷ്യൻ തകർച്ചയിലും ദുരിതത്തിലും വേദനയും കിടക്കുന്നുണ്ടെങ്കിൽ അത് സഹനമൊന്നുമല്ല, ദൈവ കൽപ്പനകൾ, ദൈവവചനം അനുസരിക്കാത്തതിൻ്റെ പരിണത ഫലത്തിൽ കിടക്കുകയാണ്. ഒരുപാട് മേഖല നമുക്കിത് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്നേഹമുള്ളവരെ, നിങ്ങൾ തിരിച്ചു വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ കൃപയാൽ നിറയ്ക്കും. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക. അങ്ങനെ ഈ അന്ത്യകാലത്ത് ഒരു വലിയ പരിശുദ്ധി നമുക്കുണ്ടാകട്ടെ. ഒരു പരിശുദ്ധ ജീവൻ നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് പറയുന്നത് പോലെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവകൽപ്പനകൾ അനുസരിച്ച്, ദൈവഹിതമനുസരിച്ച് വള്ളി പുള്ളി തെറ്റാതെ അത് ധ്യാനിച്ച് പോകുവാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് തീരുമാനമെടുക്കാം. അടുത്ത സന്ദേശങ്ങളിൽ നമ്മൾ ഈ 1000 തലമുറയുടെ അനുഗ്രഹത്തെക്കുറിച്ചും 3-4 തലമുറ ശാപത്തെക്കുറിച്ചും എല്ലാം ചിന്തിച്ച് കടന്നു പോകും. വളരെ വിശാലമായിട്ട് തന്നെ ചിന്തിച്ച് പോവുകയാണ്. കാരണം കുറേ പേർക്ക് ഇത് അറിയത്തില്ല, മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എല്ലാ മേഖലയും കർത്താവിന് കൊടുക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കണ്ണുകൾ അടച്ച്. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയ കൽപ്പന, മോശ ഈ കൽപ്പന വാങ്ങിക്കാൻ പോയപ്പോൾ 40 രാവും പകലും ഉപവസിച്ച് ഭക്ഷണവും പാനീയവും ഒന്നുമില്ലാതെ ദൈവസന്നിധിയിൽ കമിഴ്ന്ന് കിടന്ന് ദൈവസാന്നിധ്യത്തിൻ്റെ ശക്തി മനസ്സിലാക്കി, ദൈവത്തിൻ്റെ സ്വരത്തിന് അത്രയും വിലയുണ്ടെന്ന് മനസ്സിലാക്കി, ആ വാക്കുകൾക്ക് അത്രയും വിലയുണ്ട് എന്ന് മനസ്സിലാക്കി. പിതാവായ ദൈവമേ, മറ്റാരെ കൊണ്ടുമല്ല അവിടുന്ന് എഴുതിച്ചത്. ഒരു മാലാഹയെ കൊണ്ടോ മറ്റേതെങ്കിലും പ്രവാചകനെ കൊണ്ടോ ഒന്നുമല്ല എഴുതിച്ചത്. അങ്ങ് തന്നെ കല്ലിലുള്ള പലകകൾ കൊത്തിയെടുത്ത് അങ്ങ് തന്നെ അങ്ങയുടെ വിരൽ കൊണ്ട് അത് എഴുതി. അങ്ങനെ എഴുതി തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അവിടുന്ന് നൽകി. അതിനാൽ കർത്താവെ, അതിൻ്റെ പൂർത്തിയിലേക്ക് നയിക്കാൻ ഈശോയെ കടന്നു വന്നു. കൽപ്പനകൾക്ക് വിരുദ്ധമായി ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം കുരിശിൽ വഹിച്ച് അങ്ങനെ നിരായുധമാക്കി. കൽപ്പനകൾക്ക് ആ ഓരോ വാക്കുകളും, ദൈവത്തിനെതിരെ പ്രവർത്തിച്ച ഓരോ വാക്കുകളെയും നിരായുധമാക്കി കളഞ്ഞു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് പാപബോധം തരണമേ, അനുതാപം തരണമേ, തെറ്റെന്താണെന്ന് ബോധ്യപ്പെടുത്തണമേ. ന്യായീകരിച്ച് അഴിഞ്ഞാട്ടവും ലോകത്തിന് മോഹങ്ങളിലും കഴിഞ്ഞുകൂടാൻ സാധ്യത ഉണ്ടായിരിക്കെ അതിൽ നിന്നെല്ലാം മാറി നിന്ന് പരിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. മിഖാൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. പിശാചിൻ്റെ സകല തന്ത്രങ്ങളും തിരിച്ചറിയാനും ഞങ്ങൾക്കെതിരെ വരുന്ന സാത്താന്യ ശക്തിയെ പരാജയപ്പെടുത്തുവാനും മാലാഖ വൃന്ദങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയെ നിങ്ങളെല്ലാവരും പങ്കെടുത്തതിന് നന്ദി. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഓൺലൈൻ ധ്യാനങ്ങളിൽ പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുക. ഓൺലൈനായിട്ട് ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളായിരിക്കുന്ന എല്ലാ തൊഴിൽ മേഖലകളോ ശുശ്രൂഷകളോ എന്താണോ അവയെല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കേൾക്കുന്ന ഉപകരണങ്ങളും അനുഗ്രഹിക്കട്ടെ. എല്ലാ മേഖലകളിലും കർത്താവ് കൃപ ചൊരിയട്ടെ.
നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുത്തതിന് വളരെയേറെ നന്ദി. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ധനസുഖമാനങ്ങളെല്ലാം താൽക്കാലികമെന്നതാൽ കാലങ്ങളായി നാം നേടും നിമിഷങ്ങളിൽ അത് പോകും. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം മാറടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം മാറടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാൻ. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാൻ. സ്ഥിരമാകും, മനസ്സതു വ്യാകുലമാകും. കണ്ടവരെല്ലാം പിരിയും, തുണയായി നിന്നവർ മാറും. ഏകാന്തതയില്ലെന്നാൾ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും.